ഹായ്, ഇതെൻ്റെ രണ്ടാമത്തെ വീഡിയോ ആണ്. കാരണം ഞാൻ ഓൾറെഡി ഒരു വീഡിയോ ചെയ്തു, എന്നിട്ട് അത് ഡിലീറ്റ് ചെയ്ത് കളഞ്ഞു. കാരണം ഒരുപാട് ആഗ്രഹങ്ങളുമായിട്ട് സ്വിഗ്ഗി ഇറങ്ങിയതാണ് ഇന്നത്തെ ദിവസം. അതായത് സ്വിഗ്ഗി പുതിയൊരു ചലഞ്ച്, വീക്കിലി ചലഞ്ച് ഇട്ടിട്ടുണ്ടായിരുന്നു. 20,000 രൂപ 290 ഓർഡർ 7 ദിവസം. അപ്പോൾ ഞാൻ വിചാരിച്ചു, ശരി, ഒരു ദിവസം 42 ഓർഡറൊക്കെ എടുത്ത് ഈ പറയുന്ന 7 ദിവസം കൊണ്ട് 290 ടോട്ടൽ ഓർഡേഴ്സ് എടുത്ത് 20,000 രൂപയൊക്കെ ഏൺ ചെയ്യാം, ഇപ്പം അങ്ങ് കിട്ടുമെന്നൊക്കെ പറഞ്ഞ് ഇന്ന് രാവിലെ 7 മണിക്ക് ചാടി അങ്ങ് സ്വിഗ്ഗിയിലേക്ക് അങ്ങ് ഇറങ്ങി. ആഹാ, സന്തോഷം, അന്തസ്സ്. രാവിലെ ഒരു രോമാഞ്ചമൊക്കെ ആയിരുന്നു. രാവിലെ 7 മണിക്ക് സ്വിഗ്ഗി ഓടാൻ പോകുന്നു. അടിപൊളിയായിരിക്കും. ഏണിങ്സൊക്കെ ഇപ്പോൾ വരും. എനിക്ക് ഉച്ചയ്ക്ക് എറൗണ്ട് 60 രൂപ എനിക്ക് ഉച്ചയ്ക്ക് പീക്ക് ടൈമിൽ അവർ ഇൻസെൻറ്റീവ് ഇട്ടിട്ടുണ്ട്. അതായത് ഉച്ചയ്ക്ക് സെർജ് ഇട്ടിട്ടുണ്ട്. വൈകുന്നേരം 55 രൂപ ഇട്ടിട്ടുണ്ട്. സോ ഇതൊക്കെ കണ്ടപ്പോൾ അങ്ങ് അയ്യോ, സ്വിഗ്ഗിയിൽ നിന്ന് ഞാൻ 3000 രൂപയെങ്കിലും ഏൺ ചെയ്യുമെന്നൊക്കെ പറഞ്ഞ് ഒരു ഭയങ്കര ഒരു ഇതായിരുന്നു. ഒരു അത് മാത്രമല്ല, കൂടെ സൊമാറ്റോ ഓടുന്നൊരു അനിയനുണ്ട്. അപ്പോൾ ഞാൻ ഒരുമിച്ചാണ് സൊമാറ്റോ ഓടുന്നത്. അപ്പോൾ അവൻ ഇന്ന് സൊമാറ്റോയിൽ തന്നെ പോകുന്നു. അപ്പോൾ അവൻ്റെ അടുത്ത് ഞാൻ പറഞ്ഞു, ഞാൻ ഇന്ന് അറൗണ്ട് ഒരു 2,800 രൂപ 2,500 രൂപ മിനിമം, ഓക്കെ സെറ്റ്. അപ്പോൾ അവൻ പറഞ്ഞു ഓക്കെ. അവന് ഫുൾ ടൈം കാർഡ് കിട്ടി. എനിക്ക് സൊമാറ്റോയിൽ പാർട്ട് ടൈം ആക്കി തന്നെ. അവന് ഫുൾ ടൈം സൊമാറ്റോയിൽ. അപ്പോൾ അവന് ഏകദേശം മൂന്നാമത്തെ സ്ലാബ് എന്ന് പറയുന്നത് സൊമാറ്റോയിൽ 900 സംതിങ് രൂപ ഇൻസെൻറ്റീവ് അടിച്ചിട്ട് എങ്ങനെ പോലെ 2,000 രൂപ 2,200 രൂപ ആ റേഞ്ചിൽ അവന് കിട്ടും. അത് ഉറപ്പാണ്. സൊമാറ്റോ ഞാൻ ഓടുന്നതുകൊണ്ട് ഇങ്ങനെയുള്ള ദിവസങ്ങളിൽ ഫുൾ ടാർഗറ്റ് അടിക്കുകയാണെങ്കിൽ ആ ഒരു എമൗണ്ട് കിട്ടുമെന്ന് ഉറപ്പാണ്. അപ്പോൾ ഞാൻ ഓക്കെ ശരി, സ്വിഗ്ഗി 2,800 രൂപ എനിക്ക് വലിയ ഇൻസെൻറ്റീവ് ഒന്നും ഇല്ലാതെ തന്നെ ഞാൻ അത്രയും എത്തിക്കുമോ എന്നൊക്കെ പറഞ്ഞ് ഞാനിങ്ങനെ അടിപൊളിയായിട്ട് രാവിലെ ഇറങ്ങി. രാവിലെ നോക്കിയപ്പോൾ അവനും ഉണ്ട്. അവന് രാവിലെ 7 മണിക്ക് ഇറങ്ങി. അവൻ രാവിലെ 7 മണിക്ക് ഇറങ്ങുമെന്നൊന്നും വിചാരിച്ചില്ല. ഓക്കെ ശരി, അവൻ രാവിലെ 7 മണിക്ക് പോട്ടെ, ഞാൻ രാവിലെ 7 മണി. ഞാനിറങ്ങി. ആദ്യത്തെ ഓർഡർ എനിക്ക് 40 രൂപ. വാ, പൊളിച്ച്. അത് 1 കിലോമീറ്റർ. രണ്ടാമത്തെ ഓർഡർ 40 രൂപ. പൊളി. മൂന്നാമത്തെ 40 രൂപ. അടിപൊളി. നാലാമത്തത് 60 രൂപ. സൂപ്പർ, അടിപൊളി. ഇങ്ങനെ കിട്ടിയിട്ട് അഞ്ചാമത്തെ ഓർഡർ നേരെ കൊണ്ടുവന്ന് ഇൻസ്റ്റാമാർട്ടിൽ അങ്ങ് തള്ളി. പന്നപ്പട്ടികൾ. ഇൻസ്റ്റാമാർട്ടിൽ സർജില്ല. പിന്നെ എന്ത് തേങ്ങയൊക്കെയാടാ നീയൊക്കെ എനിക്ക് ഇൻസ്റ്റാമാർട്ട് തരുന്നത്? ഇൻസ്റ്റാമാർട്ട് ഇട്ടിരുന്ന് 9 മണി തൊട്ട് 11 മണി വരെ 4 ഓർഡർ എന്നെ കൊണ്ട് എടുപ്പിച്ചു ഇൻസ്റ്റാമാർട്ടിൽ. അതായത് ഇൻസ്റ്റാമാർട്ടിൽ ഞാൻ പോകുന്നു, അവന്മാരൊരു ബാഗ് കിട്ടുന്നു, 10 കിലോ അരി കൊണ്ട് കൊടുക്കുന്നു, തിരിച്ചു വരുമ്പോൾ 5 കിലോ ഗോതമ്പ് കൊണ്ട് കൊടുക്കുന്നു, തിരിച്ചു വരുമ്പോൾ 6-7 പാക്കറ്റ് തൈര് കൊണ്ട് കൊടുക്കുന്നു. ഇത് എന്നാ പരിപാടി? എനിക്ക് ദേഷ്യവും വന്ന് ഒടുക്കം ഓഫ് ചെയ്ത് വെച്ചിട്ട് ഞാൻ സിറ്റി കയറിയപ്പോൾ വീണ്ടും അടിക്കണം ഇൻസ്റ്റാമാർട്ടിൽ തിരിച്ച്. ഓയോ, ഒടുക്കം പറയുന്ന അവന്മാരുടെ ബാഗ് എൻ്റെ കയ്യിലിരിക്കുന്ന ആ ബാഗ് ഞാൻ 2 ദിവസം ഞാൻ കൊടുത്തില്ല എന്നുണ്ടെങ്കിൽ 220 രൂപ ഫൈൻ അടിക്കുമെന്ന്. എന്ത് തേങ്ങയൊക്കെയാണ് ഉമ്മാരി കാണിക്കുന്നത്. ഒടുക്കം ഞാൻ വേറൊരു ബ്രോയോട് സംസാരിച്ചാവാൻ പറയുക, ഇൻസ്റ്റാമാർട്ടിൽ എത്ര പേയ്മെൻറ്റ് കിട്ടി? അപ്പം ഞാൻ പറഞ്ഞു 25 രൂപ. 25 ഒക്കെ ഉണ്ടോ ഇൻസ്റ്റാമാർട്ടിൽ? എനിക്ക് 15 ഉള്ളതെന്ന് പറഞ്ഞാൽ 15. ഇവിടെ 25 കിട്ടിയിട്ട് എനിക്ക് പറ്റണില്ല. കാരണം എനിക്ക് നോർമൽ സ്വിഗ്ഗിയിൽ 40 രൂപ കിട്ടിക്കൊണ്ടിരുന്നിടത്ത് നേരെ 25 ആക്കി. എന്നിട്ട് പീക്ക് ടൈം തുടങ്ങി. 12 മണി മുതൽ. ഞാൻ നോക്കിയപ്പോൾ രാവിലെ 60 രൂപയ്ക്ക് കാണിച്ച സർജ് ഉച്ചയ്ക്ക് 12 മണിയായപ്പോൾ നേരെ 30 ഞാൻ ഇതെങ്ങനെ 30? സൊമാറ്റോ ഒരിക്കലും ഇട്ട ഓഫർ കുറയ്ക്കാറില്ല. ഞാൻ സീരിയസ്ലി പറയാം, എൻ്റെ 5 വർഷത്തിൽ ഞാൻ ഓടിയൽ സൊമാറ്റോ ഒരു ഓഫർ ഇട്ടിട്ടുണ്ടായത് അവന്മാർ കുറയ്ക്കാറില്ല, അവന്മാർ കൂട്ടിയിട്ടേ ഉള്ളൂ. ഇത് ഇവന്മാർ ഇട്ട ആൾക്കാരെ ഇറക്കിയിട്ട് നേരെ അങ്ങ് കുറയ്ക്കുന്നു. ചോരം കൊണ്ട് പണ്ടാരം 60 രൂപ പ്രതീക്ഷിച്ച് വന്നിട്ട് നേരെ 30. ഒടുക്ക എനിക്കൊരു മെസ്സേജ്, ദിസ് ഈസ് ഫോർ യു. ഞാൻ വിചാരിച്ച 50 ഉണ്ടെന്ന്. അവിടെ 40. ശരി, 40. എനിക്ക് 40 താടേ. നേരെ ഒരു ലോങ് അടിച്ച് അങ്ങ് വിട്ട് 13 കിലോമീറ്റർ. അപ്പോൾ ഞാൻ അതേ ആ ഇൻസെൻറ്റീവ് ഒന്ന് കാണിച്ചു തരാം. നമുക്ക് വന്ന മെസ്സേജസ് വ്യൂ ഓൾ മെസ്സേജ് എടുത്ത് നോക്കുമ്പോഴത്തേക്കും പുതിയൊരു ഇൻസെൻറ്റീവ് ഇന്നലെ നൈറ്റ് എനിക്ക് മെസ്സേജ് വന്നായിരുന്നു. അതായത് ആ വീക്കിലി മെഗാ മിനിമം ഗ്യാരണ്ടിയാണ്. ഇതാണ് ആ ഒരു ഇമേജ്. അതായത് മെഗാ ഗ്യാരണ്ടി എന്ന് പറയുമ്പോഴത്തേക്കും 100 ഓർഡറിന് 5,000 രൂപ തരും. 140-ന് 7,200, 170-ന് 9,000. അത് അത്രയും കിട്ടിയില്ലെങ്കിൽ അത്രയും, അല്ലാതെ എക്സ്ട്രാ അല്ല, അത്രയും കിട്ടിയില്ലെങ്കിൽ അത്രയും തരും. 210-ന് 11,500, 250-ന് 15,000, 290-ന് 20,000. ഇന്ന് രാവിലെ 7:30 എനിക്ക് എൻ്റെ ഓഫർ സെക്ഷനിലേക്ക് ഞാൻ പോയപ്പോൾ കണ്ട കാഴ്ചയാണ്. ഉച്ചയ്ക്ക് എനിക്ക് ഒരു ഓർഡറിന് 60 രൂപ എന്ന് പറഞ്ഞിട്ടിട്ടുണ്ട്. 60 രൂപ കിട്ടും ഉച്ചയ്ക്ക്. വൈകുന്നേരം 55 രൂപ എക്സ്ട്രാ എന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങ്
ഇടുന്നുണ്ട്. അപ്പോഴേ എനിക്ക് എന്തോ ഡൗട്ട് തോന്നി. കുറച്ച് കഴിഞ്ഞപ്പം ആശാന്മാർ നേരെ അതിനെ വീണ്ടും മാറ്റിയെന്ന് പറയുമ്പോൾ ഉച്ചയ്ക്ക് 30 രൂപ ആക്കിയിട്ട് വൈകിട്ട് 5 to 7 10ഉം രാത്രി 7 to 10ന് 30ഉം ആക്കിയിട്ടുണ്ട്. അപ്പോൾ 7 to 10 എന്ന് പറയുമ്പോഴത്തേക്ക് 7 to 9 30 ഉള്ളൂ, ബാക്കി 9 to 10 10 ഉള്ളൂ. ഈ 55 എന്നൊക്കെ പറഞ്ഞിട്ട് വീണ്ടും ആൾക്കാരെ പറ്റിച്ചിട്ടുണ്ട്. അതിനുശേഷം വീണ്ടും എനിക്കൊരു മെസ്സേജ് വരുന്നു, ഓൺലി ഫോർ യു എന്ന് പറഞ്ഞിട്ട് 40 രൂപ. ഇത് എവിടെയെങ്കിലും ഒന്ന് ഉറച്ച് നിൽക്കണേ, മനസ്സിലായില്ലേ? എവിടെയെങ്കിലും ഉറച്ച് നിൽക്കുക സ്വിഗ്ഗി. അത് കഴിഞ്ഞപ്പോഴത്തേക്കും എനിക്ക് ലൊക്കേഷൻ മാറിയിട്ട് അടുത്ത ലൊക്കേഷനിൽ 15 ഉള്ളൂ സെർച്ച്. മറ്റേ ഈ സിംഗൻ 2 മറ്റേ ഡാനി വില്ലൻ അലറത്തില്ലേ, അതേപോലെ പാണ്ടാരം. എന്നിട്ട് ഞാൻ വീണ്ടും ഓഫ് അടിച്ചിട്ട് വീണ്ടും സിറ്റി കയറി. അത് അവന്മാർ പ്രതീക്ഷിച്ചില്ല. അവന്മാർ സിറ്റി കയറി ഒരു ലോങ് വന്നു. ഓക്കെ ശരി, സമ്മതിച്ചു, ഞാൻ കൊടുത്തു. അടുത്ത ഓർഡർ അടിച്ചു. ഇതാണ് മോനെ ടൂസ്റ്റ് എന്നൊക്കെ പറഞ്ഞ അന്യമായ ടൂസ്റ്റ്. നട്ടുച്ച 2 മണിക്ക് ഒരു പരനാറി, അവനെ അങ്ങനെയൊന്നുമല്ല, അതിൽ കൂടുതൽ വിളിക്കണം. ഞാനായതുകൊണ്ട് ഇത്രയും വിളിച്ചോളൂ. അവൻ ഓർഡർ ചെയ്തത് 24 ഇഡലി. ഓർഡർ ചെയ്തിട്ടൊന്നും ഒരു പ്രശ്നമില്ല, ഒരു പാവം ചേച്ചിയുടെ ഹോട്ടൽ. ഈ ഹോട്ടലിൽ ഓർഡറും ചെയ്തിട്ട് ഈ പന്നപ്പട്ടി, ഞാൻ അവിടെ ഏകദേശം ഒരു 20 മിനിറ്റ് 25 മിനിറ്റ് വന്നിട്ടാണ് എനിക്ക് ആ ഇഡലി കിട്ടിയത്. എനിക്ക് 4 മണി വരെ ടൈമുണ്ട്. എനിക്ക് അപ്പോഴത്തേക്ക് അറൗണ്ട് 800 രൂപ അടുപ്പിച്ച് പേയ്മെൻറ്റ് ആയതേ ഉള്ളൂ. 800 ആയില്ല, 780 സംതിങ് പേയ്മെൻറ്റ് ആയതേ ഉള്ളൂ. ഞാനിങ്ങനെ നിൽക്കുന്നു. ആ ഓർഡർ കിട്ടി. അത് ലോങ് 12 കിലോമീറ്റർ. ഞാൻ നേരെ കൊണ്ടുപോകുമ്പോൾ എനിക്ക് 2:50 ഈ ഓർഡർ കൊടുക്കണ സമയം. ഞാൻ 2:50 51 കൊടുത്തിട്ട് എനിക്ക് പെട്ടെന്ന് ഇറങ്ങിക്കഴിഞ്ഞാൽ 3 മണിക്കടുത്ത് വീണ്ടും ഒരു സർജിട്ട് ഓർഡർ കിട്ടും. ഞാൻ ഈ പ്രതീക്ഷയിൽ ഇങ്ങനെ ത്രില്ലടിച്ച് ആ പുള്ളിക്കാരൻ്റെ വീടല്ല, ഒരു ഫ്ലാറ്റ് പോലത്തെ ഒരു സ്ഥലമാണ്. അവിടെ എത്തിയിട്ട് പുള്ളിയെ വിളിക്കണം, ഞാൻ ദാ വരുന്നു. അപ്പോൾ ഞാൻ രക്ഷപ്പെട്ട്. കസ്റ്റമർ ഫോൺ എടുത്ത് പെട്ടെന്ന് വരുന്നു. ഞാൻ കസ്റ്റമർ മറ്റേ ഏഞ്ചലാണെന്നൊക്കെ നമ്മൾ പറയത്തില്ലേ, ആ ഒരു ഫീൽ. ഈ 2:55 56 57 58 ഈ പന്നപ്പട്ടി വന്നില്ല. അവനെ അങ്ങനെ വിളിക്കാനേ കാരണമുണ്ട്. ഒടുക്കം ഇവൻ വരാതിരുന്നു. ഒടുക്കം എനിക്ക് എന്ത് ചെയ്യാം, ഞാൻ വീട്ടിൽ പോയി നോക്കിയപ്പോൾ അകത്ത് മുട്ടൻ വഴക്ക്. രണ്ടുപേര് തമ്മിൽ ഭയങ്കര വഴക്കെന്ന് പറയുമ്പോൾ ഭയങ്കര രൂക്ഷമായിട്ട് സംസാരിക്കുന്നു. അപ്പം എന്നുവെച്ചാൽ വീട്ടിനകത്തല്ല, അവരുടെ ആ ഒരു ഡോറിൻ്റെ അവിടെ നിന്ന് എനിക്ക് ആ വഴക്ക് കേൾക്കാം. അപ്പോൾ ഞാൻ അവിടെ നിന്ന് ബെല്ലടിച്ചു. അവൻ വന്നിട്ടൊന്നുമില്ല. ഞാൻ ഫോണിൽ നിന്ന് 6-7 തവണ ഞാൻ വിളിച്ചു, വന്നില്ല. സമയം 2:59. എൻ്റെ എല്ലാ പ്രതീക്ഷയും അസ്തമിച്ചു, എല്ലാം പോയി. അപ്പോഴത്തേക്ക് പിന്നെ ഞാൻ സ്വിഗ്ഗിയിൽ ആദ്യമായിട്ടാണ് ഈ ഹെൽപ്പ് ആൻഡ് സപ്പോർട്ട് വിളിക്കുന്നത്. ഇവന്മാർ ആദ്യം ഒരിക്കൽ വിളിക്കുന്നു, രണ്ടാമത് വീണ്ടും വിളിക്കുന്നു, മൂന്നാമത് വീണ്ടും കസ്റ്റമറിനെ വിളിക്കുന്നു. അപ്പോൾ 3 തവണ കസ്റ്റമറിനെ വിളിച്ചപ്പോഴത്തേക്കും 3:05. നേരെ കസ്റ്റമർ കെയർ ഏജൻ്റ് എന്ന് പറഞ്ഞ ചാറ്റ് ബോക്സ് വന്നു. ചാറ്റ് ബോക്സിൽ നിന്ന് വീണ്ടും വിളിക്കുന്നു. എന്നിട്ടും കസ്റ്റമർ എടുക്കാത്തതുകൊണ്ട് വീണ്ടും ഏജൻറ്റിനെ വിളിക്കുന്നു. ഏജൻറ്റ് വന്നിട്ട് സാർ ഒന്ന് ഹോൾഡ് ചെയ്യൂ എന്ന് പറഞ്ഞിട്ട് ഏജൻറ്റ് 8 തവണ അവനെ വിളിച്ചിരിക്കുന്നു. അതായത് 3:20 വരെ ഏജൻറ്റ് 8 തവണ ആ പന്ന പട്ടിയെ ഫോൺ വിളിച്ചു. എന്നിട്ട് ഏജൻറ്റ് കിട്ടാറായപ്പോൾ ഏജൻറ്റ് പറഞ്ഞു, ഞാൻ ഇത് ക്യാൻസൽ ചെയ്യാൻ പോവാണ്, ഞാനിത് ക്യാൻസലേഷൻ ടീമിൻ്റെ കൊടുക്കുവാണ്. അപ്പോൾ ഞാൻ പറഞ്ഞു, ശരി ക്യാൻസൽ എന്തെങ്കിലും ചെയ്താൽ ഞാൻ ഇവിടെ നിന്ന് പോട്ട്. അപ്പോൾ ഇവർ ക്യാൻസലേഷൻ ടീമിൻ്റെ കൊടുത്തിട്ട് വീണ്ടും 5 മിനിറ്റ് വെയിറ്റിങ്. ഞാൻ ഇതെന്തോന്നടേ, വീണ്ടും 5 മിനിറ്റ് വെയിറ്റിംഗ്. പക്ഷേ ഒരു കാര്യത്തിലൊരു പോസിറ്റീവ് കാര്യമുണ്ട് സ്വിഗ്ഗിയിൽ. കാരണം ഒരിക്കൽ കസ്റ്റമർ ഫോൺ എടുത്താൽ സൊമാറ്റോയിൽ പിന്നെ ഏജൻറ്റിനെ വിളിക്കാൻ പറ്റില്ല. പിന്നെ ഒരുപാട് പാടാണ് സൊമാറ്റോയിൽ ഏജൻറ്റുമായിട്ട് കണക്ട് ചെയ്യാനായിട്ട്. പക്ഷേ സ്വിഗ്ഗിയിൽ അങ്ങനെയല്ല, കസ്റ്റമർ ഫോൺ എടുത്തതിന് ശേഷം ഏജൻറ്റുമായിട്ട് കണക്ട് ചെയ്യാൻ പറ്റി. അവിടേക്ക് ആ ക്യാൻസലേഷൻ ഏജൻറ്റ് വിളിച്ചപ്പം പുള്ളിക്കാരൻ, സ്വിഗ്ഗി അല്ലേ, നിങ്ങളിവിടെ നിൽക്കുകയാണോ? അപ്പം ഞാനിവിടെ നിൽക്കുന്നുണ്ട്. ഞാൻ പറഞ്ഞു, എത്ര നേരമാണ് ഞാനിവിടെ നിൽക്കാൻ തുടങ്ങിയിട്ട്? ഞാനിവിടെ 2:50 വന്നതാണ്. നീ 2:50 വന്നത് എന്തിനാണ് ഉറപ്പ്? നീ കറങ്ങാൻ നടന്നു. ഞാൻ പറഞ്ഞു, ഞാൻ എവിടെ കറങ്ങുന്നു? ഞാൻ 2:50 വന്നു. നിങ്ങൾക്ക് ഇവിടെ ക്യാമറ ഉണ്ട്, ആ ഒരു ഫ്ലാറ്റിൻ്റെ തൊട്ട് വെളിയിലൊരു ക്യാമറ ഉണ്ട്. ആ ക്യാമറയിൽ നോക്കിക്കഴിഞ്ഞാൽ കറക്റ്റായിട്ട് അറിയാൻ പറ്റും. ഞാൻ പറഞ്ഞു, നിങ്ങൾക്ക് ആ ക്യാമറ ഉണ്ട്. ആ ക്യാമറ, ഞാൻ എന്തിനു ക്യാമറ നോക്കുന്നു? എനിക്ക് ക്യാമറ നോക്കേണ്ട ആവശ്യമൊന്നുമില്ല. ഞാൻ പറഞ്ഞു, ക്യാമറയിൽ ടൈം സ്റ്റാമ്പ് അടക്കം 2:51 ഞാൻ ഇവിടെ നിന്ന് നിങ്ങളെ വിളിച്ചു, നിങ്ങൾ വരാമെന്നും പറഞ്ഞു. ഞാൻ ഇവിടെ വന്ന് കുറേ നേരം കാത്തു നിന്നിട്ട് നിന്നെ കാണാത്തോണ്ട് ഞാൻ വീണ്ടും അകത്ത് പോയി. നിനക്കെന്തുകൊണ്ട് എൻ്റെ വീട്ടിനകത്ത് കയറി വന്നൂടാ? ഞാനെന്തിന് നിങ്ങളുടെ വീട്ടിൽ വരണം? ഞാൻ അണ്ണോണായ ഒരു വീട്ടിൽ പോലും കയറില്ല, ഗേറ്റ് പോലും തുറന്ന് പോകത്തില്ല. എന്തിന് മറ്റേ കലാഭവമണി സിനിമയ്ക്കകത്ത് പോകുകയാണെങ്കിൽ ചേച്ചേ ഇങ്ങനെ പോണോ?
ഇവനൊക്കെ ഞാൻ പറഞ്ഞു ഞാൻ അങ്ങനെയൊന്നും വരത്തില്ല. നിങ്ങൾ ഓർഡർ ചെയ്തിട്ടുണ്ട്. ഇവർക്കൊക്കെ ഈ ക്യാഷ് ഓൺ ഡെലിവറി കൊടുക്കണതാണ് ഏറ്റവും വലിയ പ്രശ്നം. ഇവർ ക്യാഷ് ഓൺ ഡെലിവറിക്ക് ഓർഡർ ചെയ്തിട്ട് അവരുടെ തോന്നുന്ന സമയത്താണ് ഇറങ്ങി വരുന്നത്. നമ്മുടെ സമയത്തിന് ഉമ്മാർക്ക് വിലയില്ല. പിന്നെ ഒരുവിധം ഞാൻ പറഞ്ഞു ഓക്കെ ശരി സംഭവിച്ചല്ല സംഭവിച്ചു, ഈ ഓർഡർ എടുത്തോ, എനിക്ക് പേയ്മെൻറ്റ് താ. അവൻ 300 രൂപ വെച്ചിട്ട് എനിക്കിനി ഓർഡറൊന്നും വേണ്ട, താൻ കൊണ്ടുപോ. ആ സ്വിഗ്ഗി കസ്റ്റമർ കെയർ എക്സിക്യൂട്ടീവിൻ്റെ അടുത്ത് പറയുക, നിങ്ങളുടെ ഈ ഡെലിവറി എക്സിക്യൂട്ടീവ് ശരിയല്ല, ഇവനെ ഇപ്പം ടെർമിനേറ്റ് ചെയ്യണം. ഞാൻ ടെർമിനേറ്റ് നീ എൻ്റെ തേങ്ങയെങ്കിലും എനിക്ക് സൊമാറ്റോ ഉണ്ട്, അല്ലെങ്കിൽ എനിക്ക് പോർട്ടർ ഉണ്ട്, ഞാൻ വേറെ എന്തെങ്കിലും ഓടിക്കോളാം. പിന്നെ ഞാൻ എന്തിനു പറയാം. ഒടുക്ക ഡെലിവറിയിൽ ആ പുള്ളിക്കാരി, അതായത് ആ ഒരു എക്സിക്യൂട്ടീവ്, അതായത് കസ്റ്റമർ കെയർ എൻ്റെ അടുത്ത് പറഞ്ഞു എന്താ സംഭവിച്ചപ്പോൾ. ഞാൻ പറഞ്ഞു ഇങ്ങനെയൊക്കെയാണ് സംഭവിച്ചത്, ഈ പുള്ളിക്കാരെ ഫോൺ എടുക്കത്തില്ല. പുള്ളിക്കാർ നോക്കിയപ്പോൾ അവർ എന്നെ ഏകദേശം ഇത്രയും 8, 10, 12 തവണ വിളിച്ചത്. അപ്പോൾ ഞാൻ ചോദിച്ചു നിങ്ങൾ എന്തുകൊണ്ട് ഫോൺ എടുത്തില്ല. ഞാൻ എന്തിന് ഫോൺ എടുക്കണം. ഞാൻ പറഞ്ഞു പിന്നെ ഓർഡർ ചെയ്തിട്ട് വരാമെന്ന് പറഞ്ഞ് പോയ ആളെ കാണാതെ വിളിച്ചാൽ ഫോൺ എടുക്കണം. എൻ്റെ ചേച്ചി അവിടെ വയ്യാതെ കിടക്കുവാണ്, ഞാൻ ഫോൺ 2ാമത്തെ നിലയെ വച്ചേക്കുവാണ്. ഞാൻ പറഞ്ഞു 2ാമത്തെ നിലയെ വച്ചേക്കുവാണ്. ഇതാണ് ആ ഒരു ഓർഡർ ക്യാൻസലായതിൻ്റെ കസ്റ്റമർ കെയറിലേക്ക് വിളിക്കുമ്പോൾ നമുക്ക് പറ്റുന്നത്. ആദ്യം അവരൊന്ന് വിളിക്കും, അത് കഴിഞ്ഞ് വീണ്ടും വിളിക്കും, അത് കഴിഞ്ഞ് വീണ്ടും വിളിക്കും, അത് കഴിഞ്ഞ് ഏജൻറ്റിനെ കണക്ട് ചെയ്യും. ഏജൻറ്റിനെ കണക്ട് ചെയ്ത് ഏജൻറ്റ് ഇങ്ങനെ കസ്റ്റമറിനെ വിളിച്ചുകൊണ്ടിരിക്കും. 1, 2, 3, 4, 5, 6, 7 തവണ വിളിച്ചു ഏജൻറ്റ് തന്നെ. ഞാൻ തന്നെ അല്ലാതെ ഒരുപാട് സമയം വിളിച്ചു. എനിക്ക് നിങ്ങളുടെ ഓർഡറും തേങ്ങയൊന്നും വേണ്ട, നിങ്ങൾ കൊണ്ടുപൊക്കോ എന്ന് പറഞ്ഞാൽ അവൻ കഥവ് അടച്ചു. അവിടെയൊക്കെ ഞാൻ ഡെലിവറി ചേച്ചിയോട് പറഞ്ഞു എങ്ങനെയെങ്കിലും ഈ ഓർഡറിന് ക്യാൻസൽ ചെയ്താൽ. അപ്പോൾ അവർ പറഞ്ഞു ഓക്കെ ക്യാൻസൽ ചെയ്യാം, പക്ഷേ തിരിച്ചടിക്കും, നിങ്ങൾ തിരിച്ച് ആ ഒരു റെസ്റ്റോറൻറ്റിൽ കൊടുക്കണം. ഞാൻ പറഞ്ഞു ശരി. തിരിച്ചടിച്ച് 10 കിലോമീറ്റർ 10-12 കിലോമീറ്ററിന് കിട്ടിയത് 43 രൂപ. അങ്ങനെ എൻ്റെ ടൈം 4 മണി, അതായത് 3:50 ഞാനത് കൊടുത്തു. അത് ആ റെസ്റ്റോറൻറ്റിലെത്തിയപ്പോൾ ആ പുള്ളിക്കാരി വാങ്ങിക്കണില്ല, എനിക്കിത് വേണ്ട, എനിക്ക് ലോസാണ്, എനിക്ക് ലോസായ ഓർഡറൊന്നും വാങ്ങിക്കാൻ പറ്റില്ല. ഞാൻ പറഞ്ഞു ചേച്ചി നിങ്ങളിത് എടുത്താലേ എനിക്ക് ആ OTP തരാൻ പറ്റുള്ളൂ. ഒരു പന്ന പട്ടി കാരണം മൊത്തം നഷ്ടം. ആ കടയിലെ ചേച്ചിക്ക് 300 രൂപ, അതായത് 24 ഇഡ്ഡലി ചട്നി സാമ്പാർ, ഓക്കെ ശരി അതവർ വേറെ വിൽക്കും, ഓക്കെ എന്നാലും 300 രൂപ. എനിക്ക് അറൗണ്ട് 200 രൂപ മിനിമം, കാരണം എൻ്റെ ആ ഒരു 2-2.5 മണിക്കൂർ പോയി. സ്വിഗ്ഗിക്ക് നഷ്ടമെന്ന് പറഞ്ഞാൽ 160 രൂപ. അപ്പം മൊത്തം ഒരു 700 രൂപ ഒരു പന്നപ്പട്ടി ഒറ്റ ഓർഡർ ക്യാൻസൽ ചെയ്ത കാരണം നഷ്ടം വന്നു. അപ്പോൾ ഞാൻ വിചാരിച്ചു ഓക്കെ, ഞാൻ പേയ്മെൻറ്റ് നോക്കിയപ്പോൾ എനിക്ക് അറൗണ്ട് 900 രൂപ കിട്ടിയിട്ടുണ്ട്, 16 ഓർഡറും കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഞാൻ ഓക്കെ 16 ഓർഡർ കിട്ടി, ബാക്കി ഓർഡർ എനിക്ക് വൈകുന്നേരം എടുക്കാം എന്ന് പറഞ്ഞ് വീട്ടിൽ വന്ന് ഫുഡൊക്കെ കഴിച്ചു, ഫോൺ പെട്ടെന്ന് ചാർജ് ഇട്ടു, ഒന്ന് കുളിച്ചു, ഡ്രസ്സ് ചെയ്തു, റെഡിയായി. എന്നിട്ട് ഞാൻ വേറെ വീഡിയോ ഒക്കെ ചെയ്തു, പക്ഷേ ഇപ്പോൾ അതൊക്കെ ഡിലീറ്റ് ചെയ്തിട്ടുള്ളത്, കാരണം അതിനൊന്നും ആവശ്യമില്ല. നേരെ എന്നിട്ട് വൈകുന്നേരം അങ്ങോട്ട് ഇറങ്ങുവാണ്. ഇന്ന് ഉച്ച വരെ ഏൺ ചെയ്തത് 901 രൂപ, 8 മണിക്കൂർ 26 മിനിറ്റ് ഞാൻ ടോട്ടലി വന്നു. ഇതിലൊരു 1200 രൂപ കിട്ടേണ്ടതാണ്. ഒരു 22 to 23 ഓർഡറെങ്കിലും മിനിമം കിട്ടാനുള്ളതാണ്. ഈ സമയമാണ് ആ പന്നൻ കളഞ്ഞത്. അതിന് പറഞ്ഞിട്ട് കാര്യമില്ല. ഞാൻ വൈകുന്നേരം ഇറങ്ങുന്നു, ഇവന്മാർ മനഃപൂർവ്വം പിടിച്ചു നിർത്തുന്നു, ഓർഡർ തരുന്നില്ല. 40 രൂപയുടെ സർജറി കിടക്കുകയാണ്, ഓർഡർ തരുന്നില്ല. പിടിച്ചു നിർത്തിയിട്ട് നേരെ വീണ്ടും ഇൻസ്റ്റാമാർട്ട്. എനിക്കങ്ങോട്ട് 8:40 ഇവന്മാർ 25 രൂപയുടെ ഇൻസ്റ്റാമാർട്ട് എനിക്കെന്ത് തേങ്ങയ്ക്കാണ് തരുന്നേ. അത് കൊടുക്കാൻ ഞാൻ നോക്കിയപ്പോൾ ഈ ഇൻസ്റ്റാമാർട്ടിൽ എടുത്ത ഓർഡർ ഒന്നും ഇവന്മാരുടെ ഇൻസെൻറ്റീവിലും കൂട്ടണില്ല. 26-27 ഓർഡർ എടുത്തിട്ട് ഇൻസെൻറ്റീവും അത് കൂട്ടണില്ല. ഇനി ഞാൻ 7-8 ഓർഡർ എടുത്താൽ മാത്രമേ എൻ്റെ ഇൻസെൻറ്റീവ് സ്ലാബും അടിക്കുകയുള്ളൂ. അതോടെ ഞാൻ നിർത്തി. ഐ ആം ഡൺ വിത്ത് ദാറ്റ് ഷിറ്റ്. ഒന്ന് ആലോചിച്ച് നോക്കണം, സൊമാറ്റോയിൽ 27 ഓർഡർ എടുത്തു കഴിഞ്ഞാൽ സൊമാറ്റോ നമുക്ക് ആ ലാസ്റ്റ് 900 സംതിങ്ങിൻ്റെ, അതായത് 950 രൂപയുടെ സ്ലാബും പൊട്ടിച്ച് നമുക്ക് ഇത്രയും നേരം നിന്നിട്ടുണ്ടെങ്കിൽ ഉറപ്പായിട്ടും 2000-2100 രൂപ ഇൻസെൻറ്റീവും തന്നെ, മൊത്തത്തിൽ ഏണിങ്സും തന്നെ. ഇവന്മാർ ഇത്രയും നിന്നിട്ട് എനിക്ക് 1300 രൂപ ഏണിങ്സും കിട്ടി, 180 രൂപ ഇൻസെൻറ്റീവും കിട്ടി, വിത്ത് സർജ് ഉൾപ്പെടെയാണ് കേട്ടോ. ഇടയ്ക്ക് സർജിനെ മോഡിഫൈ ചെയ്തായിരുന്നു ചേട്ടന്മാർ. അപ്പോൾ എന്തായാലും സ്വിഗ്ഗി ഫുൾ ഡേ ഇറങ്ങിയോണ്ട് ഭയങ്കര സാറ്റിസ്ഫാക്ഷൻ കിട്ടി. ഇനി ഞാൻ സ്വിഗ്ഗി ഫുൾ ഡേ ഇറങ്ങത്തില്ല കേട്ടോ. സ്വിഗ്ഗി ഞാനിനി പാർട്ട് ടൈം, പക്ഷേ ഒരു കാര്യം ഞാൻ പറയാം, പാർട്ട് ടൈമിന് സ്വിഗ്ഗിയെ വെല്ലാൻ സൊമാറ്റോയ്ക്ക് ആവത്തില്ല. കാരണം പാർട്ട് ടൈം എന്ന് വെച്ചാൽ നിങ്ങൾ സ്വിഗ്ഗി ഇറങ്ങാതെ നിങ്ങളിപ്പോൾ പോർട്ടറോ സൊമാറ്റോ വേറെ എന്തെങ്കിലുമൊക്കെ ഇറങ്ങിയിട്ട് നിങ്ങൾ ആഴ്ചയിൽ 1-2 ദിവസം സ്വിഗ്ഗി പാർട്ട് ടൈമായിട്ട് ഇറങ്ങിക്കഴിഞ്ഞാൽ നിങ്ങൾക്കൊരു 700-800 ആ റേഞ്ചൊക്കെ കിട്ടും. ഇപ്പോൾ ഇന്ന് ഞാൻ ഉച്ചയ്ക്ക് ഈ 4 മണിക്ക്, ഞാൻ രാവിലെ 7 മണിക്ക് ഇറങ്ങിയാണ്, ഞാൻ രാവിലെ 7 മണിക്ക് ഇറങ്ങി ഒരു വൈകുന്നേരം 4 മണിക്ക് വെച്ച് നിർത്തിയിരുന്നെങ്കിൽ എനിക്ക് ഒരു കുഴപ്പമില്ല, കാരണം ഒരു 1000 രൂപ അടുപ്പിച്ച് പേയ്മെൻറ്റ്, വൈകുന്നേരം 4 മണി സാറ്റിസ്ഫിക്കേഷൻ മതി, സന്തോഷം. കാരണം ആ റേഞ്ചിൽ സൊമാറ്റോയ്ക്ക് പറ്റത്തില്ല, കാരണം സൊമാറ്റോയ്ക്ക് വൈകിട്ട് 7 to 9 കൂടെ നിന്നാലേ പറ്റത്തുള്ളൂ. പക്ഷേ ഇതേ പേയ്മെൻറ്റ് സൊമാറ്റോയിൽ 7 to 9 നമുക്ക് കൂളായിട്ട് ഉണ്ടാക്കാം, അത് വേറെ കാര്യം. അപ്പോൾ നമുക്ക് സ്വിഗ്ഗി ഒരു ഫുൾ ഡേ ഇറങ്ങണമെന്ന് എനിക്കൊരു തോന്നലുണ്ടായിരുന്നു. ഞാൻ ഇറങ്ങി, സന്തോഷമായി, നിർവൃതി അടഞ്ഞു, തിരിച്ച് വീട്ടിൽ വന്നു. താങ്ക് യു സ്വിഗ്ഗി, താങ്ക് യു ഫോർ എവറിത്തിങ്. പിന്നെ ഒരു കാര്യം പറയാതെ വയ്യ, അവരുടെ കസ്റ്റമർ ടീമും ആ ഒരു
ക്യാൻസലേഷൻ ഡിപ്പാർട്ട്മെൻറ്റും ഒക്കെ പക്കയാണ്. കാരണം ഇമാതിരി ദുരന്തമൊന്നും സൊമാറ്റോയിൽ വന്നു കഴിഞ്ഞാൽ അവർ മാക്സിമം ആ ഒരു വ്യക്തിയെ കൊഞ്ചിക്കാനേ നോക്കുകയുള്ളൂ. അതായത് കസ്റ്റമർ വന്നു കഴിഞ്ഞാൽ സൊമാറ്റോ എങ്ങനെയെങ്കിലും അവരെ കൊഞ്ചിച്ച് ആ ഓർഡർ കൊടുപ്പിക്കാനേ നോക്കുകയുള്ളൂ. പക്ഷേ സ്വിഗ്ഗി അങ്ങനെയൊന്നും കാണിച്ചില്ല. സ്വിഗ്ഗി അങ്ങ് ക്യാൻസൽ ചെയ്ത് തന്നു. താങ്ക് യു. കസ്റ്റമർ എടുക്കാതിരുന്നാലോ സൊമാറ്റോ ക്യാൻസൽ ചെയ്യുള്ളൂ. പക്ഷേ സ്വിഗ്ഗി ജെന്യുവൻലി ക്യാൻസൽ ചെയ്തു. പിന്നെ സ്വിഗ്ഗിയിൽ മറ്റൊരു പരിപാടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളൊരു ലോങ് ഓർഡർ കൊണ്ടുവന്നിട്ട് അവന്മാർ ഒരു 5 മിനിറ്റ് നിങ്ങൾ അവിടെ നിന്നാലേ നിങ്ങൾക്ക് റിട്ടേൺ പേ തരൂ എന്ന് പറയുന്ന ആ പരിപാടി സൊമാറ്റോ 2021 വിട്ട പരിപാടിയാണ്. ഇനി സ്വിഗ്ഗിയിൽ കുറേ പുതിയ അപ്ഡേറ്റ് ഒക്കെ വരുന്നുണ്ട്, നമുക്ക് നോക്കാം. നമ്മളിനി വല്ലപ്പോഴും ഒക്കെ ഇറങ്ങുന്നുണ്ട്. എന്തായാലും സൊമാറ്റോ ഇറങ്ങണം. ഞാൻ വിചാരിച്ചു ഈ 7 ദിവസം കൊണ്ട് ഒരു 20,000 രൂപയൊക്കെ ഉണ്ടാക്കി എനിക്കങ്ങ് പണക്കാരനാവാൻ. എന്ത് തേങ്ങ, ഒന്നും നടന്നില്ല. ആകെ കിട്ടിയത് 1500 രൂപ. ഇത് ഞാൻ സ്വിഗ്ഗിയിൽ ജോയിൻ ചെയ്ത സമയത്ത് എനിക്ക് 2 രൂപയിലാണ് ഞാൻ ജോയിൻ ചെയ്തത്. വെറും 2 രൂപ, 2000 രൂപ, വെറും 2 രൂപ. അപ്പോൾ അതിൻ്റെ പേയ്മെൻറ്റ് എൻ്റെ ഇപ്പം കിട്ടണ പേയ്മെൻറ്റിൽ നിന്ന് ഉമ്മാർ പിടിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇത് എന്ന് വരെ പിടിക്കുമെന്നോ എത്ര രൂപ പിടിക്കുമെന്നോ ഒന്നും എനിക്ക് അറിഞ്ഞുകൂടാ. ആപ്പ് എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ അതിനകത്ത് ആ പിടിച്ചോണ്ട് പോകണമെന്നും കാണുന്നില്ല. പക്ഷേ പേയ്മെൻറ്റ് എൻ്റെ അക്കൗണ്ടിലും വരുന്നില്ല. എന്ത് അവസ്ഥയാണ്. എല്ലാം സെറ്റിൽഡ്, 0 ഫോർ യുവർ ബാങ്ക്, ഇങ്ങനെയാണ് കാണിക്കുന്നത്. പക്ഷേ ആ സ്ഥാനത്ത് സൊമാറ്റോ പക്കയാണ് കേട്ടോ. കണക്കൊക്കെ പക്കയെന്ന് പറഞ്ഞാൽ സൊമാറ്റോ നിങ്ങളിപ്പോൾ ഫസ്റ്റ് വലിയ പൈസയൊന്നും കൊടുക്കാതെ ജോയിൻ ചെയ്താലും നിങ്ങൾക്ക് വീക്കിലി 375 രൂപ വെച്ച് 4-5 ആഴ്ച സൊമാറ്റോയ്ക്ക് അടയ്ക്കണം. അത് ഓട്ടോമാറ്റിക്കലി നിങ്ങൾ ഇറങ്ങുന്നതെന്ന് അവന്മാർ പിടിക്കും. അപ്പോൾ ആ ഇറങ്ങുന്നതെന്ന് പിടിക്കുന്നത് അവന്മാർ കറക്റ്റായിട്ട് നിങ്ങളുടെ വീക്കിലി പേ ഔട്ടിൽ അവന്മാർ എഴുതി കാണിക്കും 375 രൂപ ജോയിനിങ് ഫീ എന്നൊക്കെ പറഞ്ഞു. ഇവിടെ അങ്ങനെയൊന്നും എഴുതി കാണിക്കുന്നില്ല. അവന്മാരെ ആപ്പ് എടുക്കുന്നു, കുറേ എന്തൊക്കെയോ സംഭവം കാണുന്നു, കുറേ ബ്ലാ ബ്ലാ ബ്ലാ. പിന്നെ ഒരു കാര്യം പറയാം, എമൗണ്ട് വെച്ച് ഇപ്പോൾ സർജാണ് വലുതെന്ന് പറഞ്ഞ് ഇറങ്ങിയ ഫുൾ ഡേ നിന്നിട്ട് കാര്യമില്ല സ്വിഗ്ഗിയിൽ. എനിക്ക് പറയാനുള്ള കാര്യം, ഫുൾ ഡേ നിൽക്കണമെങ്കിൽ സൊമാറ്റോയും പാർട്ട് ടൈം സ്വിഗ്ഗിയും, അതാണ് ഏറ്റവും ബെറ്ററായ പരിപാടി. പാർട്ട് ടൈമായിട്ട് സ്വിഗ്ഗി ബെറ്ററാണത്. എല്ലാ ദിവസവും ഒന്നും ഇറങ്ങരുത്, നല്ല രീതിയിൽ തേച്ച് കൈത്തരും. സർജ് എടുത്ത സമയത്ത് ഇറങ്ങുക. ഇത് ജെന്യുവനായിട്ട്, അതായത് ഫുൾ ഡേ ഞാൻ സ്വിഗ്ഗി മാത്രമേ ഓടൂ എന്ന് പറഞ്ഞ് ഇരിക്കുന്ന ആൾക്കാരോടല്ല ഞാനീ പറയുന്നത്. വല്ലപ്പോഴുമൊക്കെ ഈ സർജ് കണ്ടിറങ്ങുന്ന ആൾക്കാരോട്. അങ്ങനെയുള്ളവർ നിങ്ങൾ പീക്ക് മാത്രം ഇറങ്ങുക. നിങ്ങൾ രാവിലെ ഒന്നും ഇറങ്ങരുത്. ഞാനിന്ന് രാവിലെ പോയി പെട്ടാണൊക്കെ രാവിലെ 7 മണിക്ക് സർജ് കണ്ടിട്ട് ചാടി കുതിച്ച് പോയിട്ട് ഇപ്പോൾ രാത്രി 10 മണിയായി. ഈ ഒരു അവസ്ഥ വരരുത്. ഈ രാവിലെ 7 മണി തൊട്ട് രാത്രി 10 മണി വരെ സൊമാറ്റോ നിന്നിരുന്നെങ്കിൽ ഉറപ്പായിട്ടും 1800 അല്ലെങ്കിൽ 2000 രൂപയ്ക്കകത്ത് എനിക്ക് സെക്കൻഡ് ടാർഗറ്റിൽ എനിക്ക് കിട്ടിയേനെ. അത് ഉറപ്പാണ്. ഞാൻ ക്രിസ്മസിന് എന്നായിക്കോട്ടെ, ന്യൂ ഇയർ ആയിക്കോട്ടെ, അന്ന് നിങ്ങൾ ആ വീഡിയോ കണ്ടു നോക്ക്. ഞാനത് വിഷമത്തിൽ പറഞ്ഞെങ്കിലും എനിക്ക് പേയ്മെൻറ്റ് 1600 1800 രൂപ കിട്ടി. എനിക്ക് അവിടെ പണി കിട്ടിയെന്ന് പറഞ്ഞാൽ ഒരു 3-4-5 ഡിലേ വന്നു. മൊത്തത്തിൽ ഒന്നും ചെയ്യാൻ പറ്റാത്ത സിറ്റുവേഷൻ. അത് ഹോട്ടലുകാരോടാണ് എനിക്ക് ഫ്രസ്ട്രേഷൻ വന്നത്, സൊമാറ്റോടല്ല. പക്ഷേ ഇതെന്ന് പറയുന്നത്, ഞാൻ പിന്നെ ഇപ്പം ഇതെല്ലാം കിട്ടി കണ്ട് കേട്ട് നമ്മളിപ്പം മറ്റേ തുരുമ്പെടുക്കും എന്നൊക്കെ പറയത്തില്ല, അതേപോലെ മതി. അപ്പം മറ്റൊരു ഫെയിലിയർ. ഐ ആം ഫെയിൽഡ് ഇൻ ബെറ്റർ. ഞാൻ ബെറ്ററായിട്ട് ഫെയിലാവുന്നു. അതിൽ ഞാൻ ഒന്നാമനായിരിക്കുന്നു. മനസ്സിലായില്ല? അതായത് നമ്മൾ ഫെയിലർ ആവാനായിട്ട് ഇപ്പം ഡെയിലി ബെറ്ററായിട്ട് നമ്മൾ ഫെയിലർ ആവുകയാണ്. അതായത് ചുമ്മാ പോയിട്ട് ഫെയിലർ ആവുകയല്ല, ബെറ്ററായിട്ട് ഫെയിലർ ആവുകയാണ്. അപ്പോൾ അങ്ങനെ ട്രൈ ചെയ്യാൻ നല്ല രസമാണ്. അപ്പോൾ എന്തായാലും എൻ്റെ 20,000 രൂപ പോയ സ്ഥിതിക്ക് താങ്ക് യു സ്വിഗ്ഗി. ചുമ്മാ മോഹിച്ചു. കുറേ പാവങ്ങൾ നാളെ മുതൽ ഓടാനിറങ്ങും. 20,000 രൂപ കിട്ടുമെന്ന് അവരൊന്നും തേക്കരുത്. അവർക്ക് 20,000 രൂപ കൊടുക്കണം. ഞാൻ സൊമാറ്റോയിലോട്ട് പോവാണ്. ടാറ്റാ ബൈ ബൈ. അപ്പോൾ നമ്മൾ വീണ്ടും നമ്മുടെ ടാർഗറ്റ് 10 ലക്ഷം രൂപയുടെ ഓണാക്കി ഓടുന്നുണ്ട്. നമ്മളത് വിട്ടിട്ടൊന്നുമില്ലല്ലോ. സൊമാറ്റോ ഓൾറെഡി കഴിഞ്ഞ ആഴ്ച ഓഡിയൻ്റെ കേട്ടിട്ടുണ്ട്. ഇന്ന് ഒരു വെറൈറ്റിക്ക് സ്വിഗ്ഗി ഇറങ്ങിയതാണ് ഈ ഇൻസെൻറ്റീവും ഈ ഇതൊക്കെ കണ്ടിട്ട്. അപ്പം എനിവേ, നമുക്ക് മറ്റൊരു വീഡിയോ ആയിട്ട് കാണും വരെ ബൈ ബൈ.